മാന്യ സദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വിദ്യാഭ്യാസവും സംസ്കാരവും എന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് സംസാരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷേങ്കിൽ സംസ്കാരം വളരെയധികം കുറവായിരിക്കും. ചിലവർ പറയുന്നത് കേട്ടിട്ടില്ലേ, നല്ല സംസ്കാരമുള്ള കുട്ടിയാണത്, നല്ല അച്ചടക്കവും സംസ്കാരമുള്ള കുട്ടികൾ മാത്രമേ ജീവിത വിജയം കരസ്ഥമാക്കുകയുള്ളൂ. മറ്റു ചിലർ പറയുന്നത് കേട്ടില്ലേ, എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടെന്ത് കാര്യം, സംസ്കാരമില്ലല്ലോ. ആദ്യം തന്നെ സംസ്കാരം എന്താണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ കാണാറുണ്ട്, ഇവിടെ അങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും കാണാറുണ്ട്. പക്ഷെങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സംസ്കാരമില്ലാത്തവൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്ന ഒരു ബോർഡ് നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുകയും അത് ആൾക്കാർ കാണുകയും ചെയ്യുമ്പോൾ പറയുന്നതാണ് അവന് സംസ്കാരമില്ല എന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, നല്ല സംസ്കാരമുള്ളവൻ മാത്രമേ നമ്മുടെ നാട്ടിലും ജനങ്ങളിലും മാനിക്കപ്പെടുകയുള്ളൂ എന്നത്. അപ്പോൾ നമ്മളെ നമുക്കറിയാമല്ലോ, നമ്മൾ സ്കൂളുകളിലുമൊക്കെ പോകുന്നത് വിദ്യ നേടാൻ മാത്രമല്ല, നമ്മൾക്ക് സംസ്കാരവും ചിട്ടയും ഒക്കെ പഠിക്കാൻ കൂടിയാണ് നമ്മൾ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും ഒക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിദ്യ നേടാൻ വേണ്ടി മാത്രം സ്കൂളുകളിൽ പോകരുത്. നമ്മൾ സംസ്കാരങ്ങളും നമ്മുടെ ഈ ലോകത്തിന് നമ്മൾ പാലിക്കേണ്ട ചിട്ടകളും ഒക്കെ പഠിക്കാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ സ്കൂളിലും ഒക്കെ പോകുന്നത്. നമ്മൾ ഒരു ചൊല്ലി കേട്ടിട്ടുണ്ടല്ലോ, ചിട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത്. അത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. കാരണം സംസ്കാരം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വരികയാണെങ്കിൽ അത് വലുതാവുമ്പോൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നതാണ്. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സംസ്കാരവും മറ്റുള്ളവർ പറയുകയാണെങ്കിൽ നമ്മൾ വലുതാവുമ്പോഴും അതുപോലെ തന്നെ ആവുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെയാണ് നമ്മൾ പല പരിപാടികളും ഒക്കെ വിളിച്ച് സംസ്കാരത്തെക്കുറിച്ചും കൂടുതൽ അറിവുകളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സംസ്കാരമൊക്കെ സംസ്കാരം അവർക്ക് തോന്നുകയുള്ളൂ. ഇല്ല എങ്കിൽ സംസ്കാരമില്ലാത്ത ഒരു ജനതയായിരിക്കും നമുക്ക് വരും തലമുറയിലോട്ട് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ സംസ്കാരത്തോടെ വളരേണ്ടത് ഒരു ചെറിയ കാര്യമല്ല, അത് വളരെയധികം വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പലരും സംസ്കാരമില്ലാത്ത രീതിയിൽ പലരോടും സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. ഇപ്പോഴത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണല്ലോ. ഇപ്പോൾ പണ്ടത്തെ കാലത്തായിരുന്നുവെങ്കിൽ ടീച്ചർമാരെയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു പണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു കാര്യത്തിന് വരെ ടീച്ചർമാരോടുമൊക്കെ വളരെയധികം ദേഷ്യം കാണിക്കുന്ന പല കുട്ടികളെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഒരു സംസ്കാരമില്ലാത്തതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം നമുക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിത വിജയം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ ചുട്ടയിലെ ശീലം ചുടല് വരെ എന്ന് പറയുന്നത് വളരെയധികം സത്യം തന്നെയാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ കാണിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ വലുതാവുമ്പോഴും കാണിക്കുക. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നല്ല സംസ്കാരമുള്ളവനും നല്ല വിദ്യാഭ്യാസമുള്ളവനും ഒക്കെ ആവുകയാണെങ്കിൽ വലുതാകുമ്പോൾ നമ്മൾ അത് തന്നെ ആയി മാറുക തന്നെ ചെയ്യും. ഇല്ല, ചെറുപ്പത്തിൽ നമ്മൾ വളരെയധികം സംസ്കാരമില്ലാത്തവനും ഒന്നുമില്ല എങ്കിൽ വലുതാവുമ്പോഴും നമ്മൾ അതുപോലെ തന്നെയാകും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നല്ല കുട്ടിയാവാൻ വളരെയധികം ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പല പരിപാടികളും വെച്ച് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വരും തലമുറ ഒരു സംസ്കാരം നിറഞ്ഞ ഒരു ജനതയായി മാറുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.